നമസ്കാരം. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ എന്ന 30-കാരനെ കാണാതായിട്ട് ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഇത്രയേറെ ദുരൂഹതകൾ ഉള്ള അല്ലെങ്കിൽ ഇത്രയേറെ സങ്കടകരമായിട്ടുള്ള ഒരു കാണാതാകൽ, ഒരു മിസ്സിങ് നമുക്ക് ഇതുവരെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടില്ല. അർജുൻ ഏതാണ്ട് 400 തടിക്കഷ്ണങ്ങളുമായിട്ട് ഭാരത് ബെൻസിൻ്റെ അത്യാധുനികവും അതുപോലെ തന്നെ അതിശക്തവുമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു ലോറി ഓടിച്ച് ആ വഴിയിലൂടെ വന്നതായിട്ട് എല്ലാവരും തന്നെ തിരിച്ചറിയുന്നു. ശിരൂരിലെത്തിയ അർജുൻ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ലോറി നിർത്തിയിട്ടിരുന്നു. 15 മിനിറ്റോളം അർജുൻ അവിടെ കഴിയുന്നു. അപ്പോഴാണ് ആ വലിയ ദുരന്തം അവിടെ ഉണ്ടാകുന്നത്. ഒരു വലിയ മല പൂർണ്ണമായിട്ട് ഇടിഞ്ഞു വന്ന് അർജുൻ്റെ ലോറിക്കൊപ്പം പുഴയിലേക്ക് വീണു. ഏതാണ്ട് ഇപ്പോൾ അത് തീർച്ചയായിട്ടുണ്ട്. തീർച്ചയാവാത്തത് അപകടമുണ്ടാകുമ്പോൾ അർജുൻ ലോറിക്കുള്ളിലായിരുന്നോ അതോ ലോറിക്ക് പുറത്ത് ചായക്കടയിലോ ഇനി അതുമല്ലെങ്കിൽ ലോറിയുടെ പരിസര പ്രദേശത്തോ ആയിരുന്നോ എന്ന കാര്യമാണ്. ലോറി പുഴയുടെ ഏതാണ്ട് 20 അടി താഴെയുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അത് കണ്ടെത്താനായിട്ട് അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഡ്രോണുകൾ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം ഒരു മലയാളിയായിട്ടുള്ള റിട്ടയർ മേജറുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൗത്യ സംഘത്തിനിടയിൽ. എന്നാൽ ഇപ്പോൾ വ്യക്തമാകുന്നത് ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടില്ല എന്നും ക്യാബിനും ലോറിയും തമ്മിൽ വേർപെട്ടിട്ടില്ല എന്നുമാണ്. ലോറിയുടെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നതും ഇത് തന്നെയാണ്. കാരണം അപകടമുണ്ടാകുമ്പോൾ തകരുന്ന ഒരു തരത്തിലല്ല ലോറിയുടെ ക്യാബിൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അത് സ്വാഭാവികമായിട്ടും ലോക്കായി പോകുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടില്ല. ക്യാബിൻ സുരക്ഷിതമായിട്ട് തന്നെ ആ വെള്ളത്തിനടിയിലുണ്ട്. പുഴയുടെ അടിയിൽ ലോകസാന്നിധ്യം സ്ഥിരീകരിച്ച പരിശോധകർ ഒരു കാര്യം തീർത്ത് പറയുന്നുണ്ട്. മനുഷ്യ ശരീരം അത് ജീവനുള്ളതാണെങ്കിലും അല്ലാത്തതുമായിട്ടുള്ള മനുഷ്യ ശരീരം ഇതുവരെ അതിൻ്റെ സാന്നിധ്യം പോലും അവിടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉള്ളതായിട്ട് ഇതുവരെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. ക്യാബിൻ തകർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ലോറിക്ക് അകത്തായിരുന്നു അർജുനെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടേണ്ടതാണ്. അതിൻ്റെ ഒരു സൂചനയെങ്കിലും കിട്ടേണ്ടതാണ്. അങ്ങനെ ഒരു സാന്നിധ്യം ഇല്ല എന്നാണ് പരിശോധകർ പറയുന്നത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. അപകടം നടക്കുമ്പോൾ അർജുൻ ലോറിക്കുള്ളിൽ ആയിരുന്നില്ല എന്നതാണ്. കാരണം ലോറിക്കുള്ളിൽ ആയിരുന്നെങ്കിൽ 2-3 സാധ്യതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് തന്നെ അർജുൻ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടാവുക എന്നതാണ്. ക്യാബിൻ തകരാതിരിക്കുന്നത് കൊണ്ട് തന്നെ അർജുൻ ലോറിക്കുള്ളിലാണെങ്കിൽ ക്യാബിനിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മരിച്ചതോ ആയിട്ടുള്ള മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന കണക്കുകൂട്ടലിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ഇനി അഥവാ ക്യാബിൻ തകർന്നിരുന്നുവെങ്കിൽ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരെ നമ്മൾ കേട്ടതും കണ്ടതുമെല്ലാം തന്നെ നിഗമനങ്ങൾ മാത്രമാണ്. ആർക്കും ഒന്നിനെക്കുറിച്ചും ഒരു നിശ്ചയവുമില്ല. അതിനാൽ തന്നെ ഏറ്റവും ഒടുവിലത്തെ നിഗമനം ഇത് തന്നെയാണ്. എഞ്ചിൻ ഓഫാക്കിയിട്ടില്ല എന്നാണ് GPS രേഖകൾ പോലും വ്യക്തമാക്കുന്നത്. അതായത് ആ അപകടം കഴിഞ്ഞ് 19 മിനിറ്റ് കൂടി ഏതാണ്ട് 8:49 വരെ GPS പ്രവർത്തിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതിൽ നിന്നും 2 കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, എഞ്ചിൻ ഓഫാക്കിയിരുന്നില്ല. 2, അപകടത്തിൽപ്പെട്ടിട്ടും എഞ്ചിൻ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ GPS അങ്ങനെ രേഖപ്പെടുത്തുകയില്ല. അർജുൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 20 മിനിറ്റിനിടയിൽ അർജുനെ ബന്ധുക്കളെയെങ്കിലും വിളിക്കാനായിട്ട് കഴിയുമായിരുന്നുവെന്നാണ് പലരും പറയുന്നത്. ഒരുപക്ഷെ ഈ 20 മിനിറ്റിനിടയിൽ അർജുനെ ബന്ധുക്കളെയെങ്കിലും വിളിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് നിഗമനം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുൻ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. 3 വർഷമായിട്ട് ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് അർജുൻ. ആ ചായക്കടയിൽ പോയി അർജുൻ ഒരുപക്ഷെ ചായ കുടിച്ചതാവാം, അല്ലെങ്കിൽ ചായ കുടിച്ചതിന് ശേഷം തിരിച്ച് ആ വാഹനത്തിൽ കയറുന്നതിന് മുന്നോടിയായിട്ട് ഒരുപക്ഷെ ആ പരിസരത്ത് നിന്നപ്പോഴായിരിക്കാം അപകടമുണ്ടായത്. ആ ചായക്കടക്കാരനും അതുപോലെ തന്നെ ഭാര്യയും അടക്കം ആ കുടുംബത്തിലെ 4 പേർ മരിച്ചതായും അതടക്കം ഏതാണ്ട് 9 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 ടാങ്കർ ലോറികൾ വെള്ളത്തിൽ വീണതായിട്ടും സ്ഥിരീകരിച്ചു. ഒരു ടാങ്കർ ലോറിയെ പിന്നീട് കിട്ടി. ഒരു ഡ്രൈവറുടെ മൃതദേഹവും പിന്നീട് കണ്ടെത്തി. എന്നാൽ ഒരു ടാങ്കർ ലോറിയെക്കുറിച്ച് വിവരങ്ങളില്ല. ആ ടാങ്കർ ലോറി ഒരു സ്ഫോടനം നടന്ന് തകർന്നതായിട്ടും വ്യക്തമാണ്. പക്ഷേ ആ ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിഗമനം അർജുൻ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ടാവാം എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നിനും ഒരു നിശ്ചയവുമില്ല, നിഗമനങ്ങൾ മാത്രമാണ്. എല്ലാം നിഗമനങ്ങൾ മാത്രമാണ്. കനത്ത മഴയും അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സ്കൂബ ഡൈവേഴ്സിനെ
ഊളിയിട്ട് ലോറിയുടെ ക്യാബിനടുത്തേക്ക് പോലും എത്താനും സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയും ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകണമോ എന്ന ആലോചന പോലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് ദൗത്യ സംഘാംഗങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനെ ഇന്നലെ അടിയന്തരമായിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് നാവികരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനം വേണ്ടെന്ന ഒരു സൂചന തന്നെയാണ്. പല വിധത്തിൽ പരിശോധന നടത്തിയിട്ടും അർജുനെ കണ്ടെത്തുന്നതിൽ ഇപ്പോൾ പ്രതിസന്ധിയുണ്ടെന്ന് നാവികസേന തന്നെ അറിയിക്കുന്നുണ്ട്. അർജുൻ ലോറിക്കകത്തുണ്ടെന്ന് ഉറപ്പില്ല എന്ന് തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. കാരണം ഇത്രയും വിപുലമായിട്ടുള്ള ഒരു തിരച്ചിൽ അടുത്ത കാലത്തെങ്ങും തന്നെ രാജ്യത്ത് തന്നെ നടന്നിട്ടില്ല. അപകട സമയത്ത് അർജുൻ ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നോ എന്നതിലും ഉറപ്പില്ല. ഗംഗാവലി പുഴയിൽ 2 ഡ്രോണുകളുടെ സഹായത്താൽ നടത്തിയ ഐബോർഡ് സ്കാനിങ്ങിൽ 4 ഇടങ്ങളിലാണ് ലോക സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് റോഡിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന റെയിലാണ്, രണ്ടാമത്തേത് ടവറും, അതോടൊപ്പം തന്നെ മൂന്നാമത്തേത് അർജുൻ ഉണ്ടെന്ന് കരുതുന്ന ലോറിയും, നാലാമത്തേത് ടാങ്കറിൻ്റെ ക്യാബിനുമാണ്. അതിൽ മാഗ്നറ്റോമീറ്ററിൻ്റെ സഹായത്തോടു കൂടി 3 എണ്ണത്തിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 4ാമത്തേതാണ് അറിയാനായിട്ട് ബാക്കിയുള്ളത്. ഇന്നലെ പകൽ സമയം തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയ്ക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ലെന്നത് വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ലെന്ന് ഇന്നലെ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായിരുന്നു. ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം. ഇന്നലെ അത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ചിട്ടില്ല. GPS വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓണാണ്. ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് കരുതാനുള്ള സാധ്യത. അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ടെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ലോറിയിലെ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിൽ പുഴയോരത്ത് കണ്ടെത്തിയിരുന്നു. 400 അക്കേഷ്യ തടികളാണ് ലോറിയിലുണ്ടായിരുന്നത്. അടിയൊഴുക്ക് ശക്തമാണെന്നതിൻ്റെ തെളിവാണ് ലോറിയിലെ മരക്കഷ്ണങ്ങൾ പോലും കിലോമീറ്ററുകൾ ഒഴുകിപ്പോയതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ട് നടക്കുമെന്നതിലും ഇപ്പോൾ സംശയങ്ങൾ ഒരുപാടുണ്ട്. കാലാവസ്ഥ തീർച്ചയായിട്ടും കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നതിനാൽ തന്നെ അർജുൻ്റെ ട്രക്കിൻ്റെ സ്ഥാനം കണ്ടെത്തിയിട്ടും അത് പുറത്തേക്ക് എടുക്കാനായിട്ട് ഇപ്പോൾ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിൽ ഇറങ്ങാനായിട്ട് കഴിയുകയുള്ളൂ. മഴ തുടരുന്നതിനാൽ തന്നെ നദിയിൽ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുണ്ട്. ഇത് കുറയാൻ കാത്തിരിക്കാതെ മറ്റു വഴികളില്ല. ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാനായിട്ട് കാലാവസ്ഥ തടസ്സങ്ങളാണ് നേരിടുന്നത്. കാലാവസ്ഥ വൻ വെല്ലുവിളി ഉയർത്തുന്നതോടെ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം പ്രദേശത്ത് ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. കനത്ത മഴ കൂടിയുള്ള പശ്ചാത്തലം പ്രതിസന്ധി ഇപ്പോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി അർജുൻ്റെ കുടുംബവും മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.